അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ വർജിക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതീവ ഗൗരവമേറിയ 3 കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് അവിടുന്ന് താക്കീത് നൽകിയിട്ടുമുണ്ട്. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, സലാസത്തുൻ, 3 വിഭാഗം ആളുകളുണ്ട്. ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു നോക്കുകയേയില്ല. വലാ യുസക്കീഹിം, അവരെ അല്ലാഹു സംസ്കരിക്കുകയില്ല, നന്നാക്കുകയില്ല. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അവരെ നന്നാക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖറഅഹാ റസൂലുള്ളാഹി 3 മററാത്ത്, 3 തവണയാണ് നബി തിരുമേനി ഈ വാചകങ്ങൾ ആവർത്തിച്ചു പറഞ്ഞത്. ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് അവിടുന്ന് 3 തവണ സാധാരണ ആവർത്തിക്കാറുള്ളത്. ഹദീസുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാകും. എന്നാണ് അവിടുന്ന് പറഞ്ഞത് 3 തവണ? 3 വിഭാഗം ആളുകളോട് അല്ലാഹു സംസാരിക്കുകയില്ല, അവരിലേക്ക് അല്ലാഹു നോക്കുകയില്ല, അവരെ അല്ലാഹു നന്നാക്കുകയില്ല. 3 തവണ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ സഹാബത്ത് അതിന്റെ ഗൗരവം മനസ്സിലാക്കി. സദസ്സിൽ നിന്ന് അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിച്ചു, ഖാബു വഖസിറു മൻ ഹും യാ റസൂലല്ലാഹ്, നബിയെ, പരാജിതരായി പോയല്ലോ ആ 3 കൂട്ടം ആളുകൾ, നഷ്ടകാരികളായി പോയല്ലോ, ആരാണ് അവരെന്ന് അറിയിച്ചു തരുമോ റസൂലേ? ഞങ്ങളും അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമോ എന്ന ഭയമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ആ നാശത്തിൽപ്പെട്ട 3 വിഭാഗം ആളുകൾ ആരാണെന്നൊന്ന് പറഞ്ഞു തരുമോ റസൂലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കാൻ തുടങ്ങി. ഒന്നാമത് അവിടുന്ന് പറഞ്ഞു, അൽ മുസ്ബിലു ഇസാറഹു, നെരിയാണിക്ക് താഴെ ഉടുതുണി വലിച്ചിഴക്കുന്ന പുരുഷനാണ്. അള്ളാഹുവിന്റെ റസൂൽ കർശനമായി പഠിപ്പിച്ചതാണ്, ഒരു മുസൽമാന്റെ ഉടുതുണി മാക്സിമം പോകേണ്ടത് അവന്റെ നെരിയാണി വരെയാണ്. അതിന്റെ താഴെ വരിക എന്നത് ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ടതാണ്. ഇസ്ലാമിന്റെ വിധിവിലക്കുകളിൽപ്പെട്ട ഗൗരവമേറിയ സംഗതിയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വിലക്കുകളിൽപ്പെട്ടതാണ്, വിരോധങ്ങളിൽപ്പെട്ടതാണ്. എന്നിട്ടും അത് അവഗണിച്ചുകൊണ്ട് നെരിയാണിക്ക് താഴെ ഉടുതുണി വലിച്ചിഴക്കുന്ന പുരുഷൻ നഷ്ടകാരിയാണ്. അള്ളാഹു സംസാരിക്കുകയില്ല, അള്ളാഹു അയാളിലേക്ക് നോക്കുകയില്ല, അള്ളാഹു അയാളെ നന്നാക്കുകയില്ല. രണ്ടാമത് പറഞ്ഞു, വൽ മന്നാനു, ദാനം ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. എന്നാൽ ചെയ്ത ദാനം എടുത്തു പറയുകയും അതിന്റെ പേരിൽ ശല്യമുണ്ടാക്കുകയും അതിന്റെ മേനി പറയുകയും ചെയ്യുന്ന ആളുകൾ, അതും ദുഷിച്ച സമ്പ്രദായമാണ്. മൂന്നാമത് പറഞ്ഞു, വൽ മുൻഫിഖു സൽഅതഹു ബിൽ ഹൽഫിൽ കാദിബി, കള്ളസത്യം പറഞ്ഞുകൊണ്ട് കച്ചവടച്ചിരക്ക് ചിലവഴിക്കുന്ന കച്ചവടക്കാരനാണ്. കസ്റ്റമേഴ്സിനെ വഞ്ചിക്കുകയും തന്റെ കച്ചവടത്തിൽ തനിക്ക് കൊള്ളലാഭം നേടുകയും ചെയ്യണമെന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ ദുഷ്ടമനസ്ഥിതിയുള്ള ആളുകൾ കള്ളവർത്തമാനങ്ങൾ പറഞ്ഞു, ഇല്ലാത്ത ഗുണം പറഞ്ഞ് തങ്ങളുടെ പ്രൊഡക്റ്റിനെ അതല്ലെങ്കിൽ തങ്ങളുടെ ചിരക്കിനെ വിറ്റഴിക്കുക എന്നത്, ഏത് ചിരക്കാണെങ്കിലും ഇന്നത്തെ കമ്പോളത്തിൽ ഇത് സുലഭമാണ്. ഈ നിലക്കുള്ള പ്രവൃത്തികൾ, ഇതൊക്കെ പാരിത്രിക ലോകത്ത് പ്രയാസമേറിയ അനുഭവങ്ങൾ വരാൻ കാരണമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 3 തിന്മകളിൽ നിന്ന് നാം വിട്ടുനിൽക്കുക ഗൗരവമേറിയതാണ്. പ്രവാചകന്റെ താക്കീതാണ്. നെരിയാണിക്ക് താഴെ ഉടുതുണി വലിച്ചിഴക്കരുത്, ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തു പറയരുത്, കച്ചവടച്ചിരക്കുകൾ കള്ളം പറഞ്ഞ് ചിലവഴിക്കരുത്. ഈ തിന്മകളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.